ഹായ് ഡിയേഴ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ചക്കക്കുരു കേടുകൂടാതെ കുറച്ച് നാൾ സൂക്ഷിക്കാനുള്ള ടിപ്പാണ് കേട്ടോ. ചക്കക്കുരു എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ സീസണിലാണല്ലോ കിട്ടുക. അത് കഴിഞ്ഞാലും ചക്കക്കുരു വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് നമുക്കൊരാഗ്രഹം തോന്നാറുണ്ടല്ലേ. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ചക്കക്കുരു ഒരുപാട് നാൾ കേടുകൂടാതെ വെക്കാനുള്ള 2-3 ടിപ്സ് നമ്മൾ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചക്കക്കുരു എടുക്കുമ്പോൾ നല്ല മൂത്ത ചക്ക, അതായത് നമ്മൾ കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ പുഴുക്കൊക്കെ ഉണ്ടാക്കാൻ എടുക്കൂലേ, നല്ല പോലെ മൂത്ത ചക്ക. പഴുത്ത ചക്കയുടെ എടുക്കാൻ പാടില്ല, ചെറിയ ഇളയ ചക്കയുടെയും കുരു എടുക്കാൻ പാടില്ല. അങ്ങനെയുള്ളതാണ് കൂടുതൽ നാൾ കേടുകൂടാതെ ഇരിക്കുക കേട്ടോ. പഴുത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ മൂത്ത ചക്കയുടെ ചക്കക്കുരു ഇരിക്കുന്ന അത്ര കാലം പഴുത്തതിൻ്റെ ചക്കക്കുരു ഇരിക്കൂല കേട്ടോ, കേടുവരും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇത് വെയിലത്ത് വെച്ചിട്ട് നല്ല പോലെ ഉണക്കിയെടുക്കണം കേട്ടോ. അപ്പം അതിന് മുൻപായിട്ട് അതിലുള്ള കേട് വന്നതും വെട്ട് കൊണ്ടതുമായിട്ടുള്ള ചക്കക്കുരു എടുത്ത് മാറ്റണം കേട്ടോ. നമ്മൾ ചക്ക മുറിക്കുന്ന സമയത്ത് ചക്കക്കുരു മുറിഞ്ഞു പോവാറുണ്ടല്ലോ. അപ്പം അങ്ങനെ മുറിഞ്ഞ ചക്കക്കുരൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം വെയിൽ കൊണ്ടിട്ട് ഉണക്കാനായിട്ട്. അപ്പം നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ഉണക്കുന്നത് എന്തിനാണെന്നറിയോ? നമ്മളിത് മണലിലാണ് സൂക്ഷിച്ചു വെക്കുന്നത്. ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറയുമ്പോൾ മണലിൽ സൂക്ഷിച്ചു വെക്കുന്നതാണ് കേട്ടോ. ഞാൻ ചെറിയൊരു പാത്രത്തിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളത്. അടിയിൽ മണൽ നിരത്തുക, എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒന്നിൻ്റെ മുകളിൽ പെടാതെ നിരത്തിയിട്ട് ചക്കക്കുരു വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലും മണലിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ചക്കക്കുരു ഇടുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ ഇടണം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ കേട് വന്നതോ പൊട്ടിയതോ ഒന്നും ഇടാതിരിക്കുക. കണ്ടോ, നമ്മൾ വലിയൊരു ബക്കറ്റിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് മണലും ചക്കക്കുരു എടുക്കുക കേട്ടോ. ഇതിപ്പോൾ ചെറിയൊരു പാത്രത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. അപ്പോൾ വെയിലത്ത് വെച്ച് ഉണക്കുന്നത് ഇങ്ങനെ മണലിൽ സൂക്ഷിച്ച് വെക്കുമ്പോൾ മുള വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മണലിലും മണ്ണിലൊക്കെ നമ്മൾ ഇതുപോലെയുള്ള വിത്തുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് മുളച്ചു വരാറുണ്ടല്ലോ. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ആദ്യം വെയിലത്ത് വെച്ച് നല്ല പോലെ ഉണക്കിയെടുക്കുന്നത്. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് കവറിലാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കുന്നതാണ് കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ സൂക്ഷിക്കുന്ന ചക്കക്കുരു ഒരിക്കലും വെയിലത്ത് വെച്ച് ഉണക്കാൻ പാടില്ല. 2 ദിവസത്തോളം വീടിൻ്റെ ഉൾഭാഗത്തിട്ടിട്ട് നല്ല തണലത്ത് വെച്ചിട്ട് വേണം കേട്ടോ ഇത് ഉണക്കിയെടുക്കാൻ. ഇതിലുള്ള ഒരു വെള്ളം ഒക്കെ പോയി ആ ഒരു നനവൊക്കെ ഉണ്ടാവില്ല ചക്കക്കുരു. അപ്പോൾ അതിൻ്റെ ആ നനവൊക്കെ പോയി കിട്ടുന്നവരെ ഉള്ളിൽ വെച്ചിട്ട് വേണം കേട്ടോ ഉണക്കാൻ. എന്നിട്ട് ചെറിയ ചെറിയ കവറുകളിലാക്കിയിട്ട് എയറൊന്നും കടക്കാതെ ഇതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുക. എന്നിട്ടൊരു മൺപാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. പണ്ട് കാലത്തൊക്കെ ചക്കക്കുരു സൂക്ഷിച്ച് വെച്ചിരുന്ന ഒരു മാർഗ്ഗമായിരുന്നു കേട്ടോ ഇത്. അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ എല്ലാം കൂടെ ഒരുമിച്ച് വലിയൊരു കവറിൽ കെട്ടണ്ട, ചെറുതായിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് ചക്കക്കുരു വേവിച്ച് സൂക്ഷിച്ച് വെക്കുന്നതാണ് കേട്ടോ പറയുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ വർഷങ്ങളോളൊന്നും ഇരിക്കൂല, 2-3 മാസത്തോളം കേടുകൂടാതെ നമുക്ക് ചക്കക്കുരു സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചക്കക്കുരു നല്ല പോലെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. 2 വിസിൽ കുക്കറിൽ അടുപ്പിച്ചെടുക്കുക. എന്നിട്ട് തണുത്ത് കഴിഞ്ഞാൽ നല്ല പോലെ പരത്തി വെച്ച് അതിൻ്റെ ചൂടൊക്കെ പോയി തണുത്തതിന് ശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ സിപ്ലോക്ക് ബാഗിലോ ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കുക കേട്ടോ. അങ്ങനെ ചക്കക്കുരു സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ മാസങ്ങളോളം കേടുകൂടാതെ ഇരിക്കും. ഇനി അടുത്തതായിട്ട് പറയുന്നത് ചക്കക്കുരു വെറും 1 മിനിറ്റിൽ തൊലി കളഞ്ഞെടുക്കാനുള്ളൊരു ടിപ്പാണ് കേട്ടോ. വളരെ എളുപ്പമാണ് കേട്ടോ. ചക്കക്കുരുവിൻ്റെ ഈ വെളുത്ത തൊലി മാത്രമാണല്ലേ ഇപ്പോൾ നമ്മൾ കളയുന്നത്. ബ്രൗൺ നിറത്തിലുള്ള തൊലി ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാൻ വളരെ നല്ലതാണ്. ഞാൻ ചക്കക്കുരു കൊണ്ട് ഏത് വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ അതിനെക്കുറിച്ച് പറയാറുണ്ട്. ഇനി കേട്ടവർ തന്നെ ആകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും, പക്ഷെ അറിയാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത്. ഈ ബ്രൗൺ നിറത്തിലുള്ള തൊലി ക്യാൻസറിനെ വരെ പ്രതിരോധിക്കുന്നതാണ് പറയുന്നത്. നമ്മൾ പണ്ടൊക്കെ ഈ ഒരു ബ്രൗൺ കളറിലുള്ള തൊലി കളയുണ്ടായിരുന്നു അല്ലേ, പക്ഷേ ഇപ്പോൾ നമ്മളത് കളയാറില്ല. അപ്പോൾ ഈ വെളുത്ത തൊലി കളയാൻ വേണ്ടിയിട്ട് ചക്കക്കുരു എടുത്ത് കട്ടിംഗ് ബോർഡിലിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇത്ര പണിയുള്ളൂ. വളരെ എളുപ്പമാണ് ആ വെളുത്ത തൊലി കളയാനായിട്ട്. അപ്പോൾ ഇനി ചക്കക്കുരു കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. തൊലി കളയാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇനി അത് ഉപയോഗിക്കാതിരിക്കണ്ട. കണ്ടോ, 1 മിനിറ്റ് പോലും വേണ്ട. നമ്മൾ ഏത് ഷേപ്പിലാണ്, ഇനിയിപ്പോൾ നീളത്തിലാണ് നിങ്ങൾ കട്ട് ചെയ്യുന്നതെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെളുത്ത തൊലി എടുത്തു മാറ്റാൻ വളരെ എളുപ്പമാണ് കേട്ടോ. പിന്നെ ഞാൻ ചക്കക്കുരു കൊണ്ടൊരു അടിപൊളി റെസിപ്പി കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയൊന്നും അല്ല കേട്ടോ. ഞാൻ വെറുതെ ഒരു ഐഡിയ കിട്ടിയപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ വേറെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടൊക്കെ, അതായത് കുമ്പളങ്ങ വെച്ചിട്ട് ഉണ്ടാക്കും, പിന്നെ ചേമ്പ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കും. ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി ഉണ്ടാക്കിയപ്പോൾ.
അപ്പോൾ ഞാനത് യൂട്യൂബിൽ ലേഡീസ് പ്ലാന്റിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും 3 ദിവസം കൊണ്ടെങ്ങാനും 1 മില്യൺ വ്യൂസ് ഈ വീഡിയോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ പേര് ആദ്യമായിട്ട് കാണുകയെന്ന് പറഞ്ഞു, കുറേ പേര് പറഞ്ഞു ഞങ്ങൾ ഉണ്ടാക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇല്ലെങ്കിൽ, നിങ്ങൾ ഉണ്ടാക്കാറില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചക്കക്കുരു വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. ചക്കക്കുരു വേവിച്ച് കഴിഞ്ഞാൽ തൊലി കളഞ്ഞെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് കത്തി പോലും യൂസ് ചെയ്യാതെ ചക്കക്കുരു വളരെ പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. വെളുത്ത തൊലിയോട് കൂടിയിട്ട് വേവിച്ചെടുക്കുക. ഞാനിവിടെ ഒരു 3 വിസിലാണ് അടുപ്പിച്ചെടുത്തത്. എന്നിട്ട് കണ്ടോ, കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ. കത്തി പോലും യൂസ് ചെയ്യാതെ നമുക്ക് ചക്കക്കുരു തൊലി കളഞ്ഞെടുക്കാം. ഞാനിവിടെ 1 കപ്പ് ചക്കക്കുരു വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം കുക്കറിലേക്ക് വേവിച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ മൺകലത്തിലാണ് ആദ്യം തന്നെ വെക്കുന്നതെങ്കിൽ തൊലി കളഞ്ഞതിന് ശേഷം, നമ്മളിപ്പോൾ നേരത്തെ 1 മിനിറ്റ് കൊണ്ട് തൊലി കളയാനുള്ളൊരു ടിപ്പ് കാണിച്ചല്ലോ, അത് അങ്ങനെ തൊലി കളഞ്ഞതിന് ശേഷം ഇങ്ങനെ വേവിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 2-3 പച്ചമുളക് കീറിയതും കൂടെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ തൊലി കളഞ്ഞ ചക്കക്കുരു വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ ആദ്യം തന്നെ അതിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഇതിപ്പോൾ വെന്ത ചക്കക്കുരു ആണല്ലോ, ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുന്നേ ഉള്ളൂ. ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയതും 1/2 ടീസ്പൂൺ നല്ല ജീരകവും, അതായത് ചെറിയ ജീരകവും 2 ചുവന്നുള്ളി കൂടെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചക്കക്കുരു നല്ല പോലെ, ഈ കോഴി കൂവുന്നതൊന്ന് ക്ഷമിക്കണം കേട്ടോ, കാരണം ഇത് എപ്പോഴും ഉള്ളതാണ്. നമ്മൾ ഒരുപാട് തവണയായിട്ട് അങ്ങനെ റീടേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് വോയിസ് ഇടുന്നത്. പക്ഷേ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഈ ചക്കക്കുരു ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് 1/2 കപ്പ് നല്ല പുളിയുള്ള മോര് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ച് വെച്ചില്ലേ നമ്മൾ ആദ്യം, അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല പോലെ തിളക്കാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് തിള വരുന്ന സമയത്ത് തന്നെ ഓഫ് ചെയ്യണം. കണ്ടോ, ചെറുതായിട്ടൊന്ന് 4 സൈഡിൽ നിന്നും ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും താളിച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ താളിച്ചിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കുക. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും 2 തണ്ട് കറിവേപ്പിലയും 2-3 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ ആ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചാൽ ഇത്രേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ഈ ഒരു കറി റെഡി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, കാരണം അത്രയും ടേസ്റ്റാണ്. എനിക്ക് പേഴ്സണലി നല്ല പോലെ ഇഷ്ടമായി. സാധാരണ നമ്മൾ ഇങ്ങനെ കഷ്ണങ്ങളൊന്നും ഇടാതെ മോരുകറി വെക്കാറുണ്ട്, പിന്നെ ചേമ്പ് വെച്ചിട്ടും അങ്ങനെ പല ഇൻഗ്രീഡിയൻസും വെച്ചിട്ട് ചെയ്യാറുണ്ട്. ഈ ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ആ ഒരു പൊടിയായിട്ടാണല്ലോ ചക്കക്കുരു ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാറ് കുറച്ചൊരു കുറുകിയിട്ട് നല്ല ടേസ്റ്റായിരുന്നു. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. ഞാൻ പറയാത്ത എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്കും പറഞ്ഞു തരിക, അപ്പോൾ എനിക്കും യൂസ്ഫുൾ ആവും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്